ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഒരു അടിപൊളി ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ മോളുടെ ബർത്ത്ഡേക്ക് ഒരു ബാർബി ഡോൾ കേക്ക് ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തേക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടി 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ വാനില എസൻസ്, പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് ഓയിൽ, 1 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണ്, 1/4 കപ്പ് ഓയിൽ, 4 കോഴിമുട്ട. ഞാൻ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. നമ്മുടെ കോൺഫ്ലവറും മൈദ ഒക്കെയാണ്. അപ്പോൾ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക ഒരു അരിപ്പയിലേക്ക്. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഞാൻ കുക്കറിലാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുക്കർ ഡസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൈദ എടുക്കാം. ഇനി ആ എടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവറും പിന്നെ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഒരു 4-5 പ്രാവശ്യം നന്നായിട്ട് പുറത്തൊന്നും പോവാണ്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അതിന് കേക്കിൻ്റെ മിക്സ് നല്ലോണം അരിച്ചെടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് മുന്നായിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറിലേക്ക് ഒരു 1/2 കപ്പ് ഇളം ചൂടുള്ള പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് എഗ് വൈറ്റ് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ലോ സ്പീഡിൽ നിന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഇനി എഗ് വൈറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്ലഫി ആയിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കുക. ഞാൻ പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത്. പിന്നെ പഞ്ചസാര ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് യൂസ് ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ കേക്ക് ലെയർ ചെയ്യുമ്പോൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന വിപ്പിംഗ് ക്രീമിൽ ഷുഗറില്ല. അപ്പോൾ അത് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കേക്കിൽ പഞ്ചസാര കുറച്ചാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം കേട്ടോ. നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് മധുരം അതിനനുസരിച്ച് കൂടുതൽ ഇടാം. ഇനി നമുക്ക് എഗ് യോക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര എഗ് യോക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 1.5 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എഗ് യോക്കും കൂടി നന്നായിട്ടൊന്ന് നല്ല ഫ്ലഫി ആയിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇലക്ട്രിക് വിസ്ക് കൊണ്ട് ബീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, കൈ കൊണ്ട്, അതായത് ഹാൻഡ് വിസ്ക് കൊണ്ടായാലും നിങ്ങൾക്ക് ബീറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾക്ക് ഓയിൽ, അതായത് എഗ് വൈറ്റിൻ്റെ മിക്സില്ലേ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 1/4 കപ്പ് ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ആക്ച്വലി ഞാൻ നേരത്തെ ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. ഇനി നമുക്ക് എഗ് വൈറ്റും എഗ് യോക്കും കൂടിയിട്ട് ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് പതുക്കെ, അതായത് ഓവർ മിക്സ് ആവാൻ പാടില്ല. ഓവർ മിക്സ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ആ സ്പോഞ്ചിനെസ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത് ഓവർ മിക്സ് ആവാൻ പാടില്ല.
അപ്പോൾ ഈ എഗ് വൈറ്റ് എഗ് യോക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ അരിച്ച് വെച്ചേക്കണ കേക്കിൻ്റെ പൗഡർ ഇല്ലേ, കേക്ക് മിക്സ്, അതും കൂടി ആഡ് ചെയ്ത് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഇല്ലേ, കൊക്കോ പൗഡറും മിൽക്കും കൂടി ആഡ് ചെയ്തത്, അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പതുക്കെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ഞാനിവിടെ കുക്കറിലാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കറിൻ്റെ വിസിൽ ഊരി മാറ്റി വെക്കാം. എന്നിട്ട് കുക്കർ ഒരല്പം ബട്ടറും പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ മൈദയുടെ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അടിയിലത്തെ ലെയറിന് വേണ്ടിയിട്ട്, ഏറ്റവും താഴത്തെ ലെയറിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ വലിയ കുക്കർ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ കുക്കറിൽ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 35 to 40 മിനിറ്റ്സ് ആവശ്യം വന്നുള്ളൂ. ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കുക. കേക്ക് നല്ലോണം ചൂടാറിയതിന് ശേഷം കേക്ക് മുറിച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തേക്കുന്നത്. ബീറ്റ് ചെയ്തെന്നാണ് പിന്നെയും പറയുന്നത് കേട്ടോ. അപ്പോൾ ബേക്ക് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് കേക്ക് ചൂടാറിയ ശേഷം മുറിച്ചെടുക്കാം. അപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ലെയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ബാർബി ഡോളിൻ്റെ ആ ഒരു ഡ്രസ്സിൻ്റെ ഷേപ്പിലേക്ക് നമുക്ക് കേക്കൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഡോളിൻ്റെ ഷേപ്പിൽ വെക്കുമ്പോൾ ആദ്യം വലിയ സൈസ് കേക്ക് അടിയിൽ വെക്കാം, പിന്നെ ചെറുത് മുകളിലേക്ക് വെച്ചിട്ട് വേണം നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷേപ്പ് ചെയ്യുന്നതിനെക്കാട്ടും മുന്നായിട്ട് ഞാൻ വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം 1 കപ്പ് അല്ലെങ്കിൽ ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം നമുക്ക്. കാരണം കേക്കിലേക്ക് അത്യാവശ്യത്തിന് വേണം. ഒരു ലൈറ്റ് പിങ്ക് കളറാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് വിപ്പിംഗ് ക്രീം. റെഡ് കളറ് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് കുറച്ച് ആഡ് ചെയ്യുമ്പോൾ അതൊരു പിങ്കിഷ് കളറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ പെൺകുട്ടികൾക്ക് ഒബ്വിയസ്ലി പിങ്ക് ആണല്ലോ ഇഷ്ടം. അപ്പോൾ പിങ്ക് കളറായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാൻ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിച്ചത്. വലിയ പരിപാടിയായിട്ടൊന്നുമല്ല കേട്ടോ. അതാണ് ഞാൻ പ്ലേറ്റിൽ തന്നെയാണ് കേക്ക് ലെയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരല്പം വിപ്പിംഗ് ക്രീം വെച്ച് കേക്കിൻ്റെ ഫസ്റ്റത്തെ ഭാഗം, അതായത് വലിയ ഭാഗം വെക്കുക. അപ്പോൾ വിപ്പിംഗ് ക്രീം ലെയർ ചെയ്യുന്നതിനെക്കാട്ടും മുന്നായിട്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് ഒഴിക്കാൻ വിട്ടുപോയി ഫസ്റ്റത്തെ ലെയറിൽ. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കാണ്ട്. ബാക്കിയുള്ള ലെയറിലൊക്കെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനും നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്ന കുറച്ച് ഷുഗർ എടുത്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ കേക്കൊക്കെ ലെയർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നടുവിൽ നമ്മുടെ ബാർബി ഡോളിന് വെക്കണം. അപ്പോൾ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഡോളിന് വെച്ച് കൊടുക്കുക. ഡോളിന് വെച്ചിട്ട് നമ്മൾ ഒന്ന് സെറ്റായതിന് ശേഷം പുറമേ ഒക്കെ നമ്മുടെ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം എടുത്തിട്ട് ഞാനൊരു സിമ്പിൾ ഡിസൈനായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഞാൻ വലിയ പ്രൊഫഷണൽ ഒന്നല്ല ഈ കേക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിമ്പിൾ ഡിസൈനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മോളും ഹാപ്പി ആയിട്ടുണ്ട് പിങ്ക് കളർ ബാർബീനെ കണ്ടപ്പോൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ, വീട്ടിൽ തന്നെ കേക്ക് ടിന്നൊന്നും ഇല്ലെങ്കിലും കുക്കറിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ എൻ്റെ ചാനലിൽ കേക്കിൻ്റെ റെസിപ്പി വേറെ ഇട്ടിട്ടുണ്ട്. എല്ലാതും ഒന്ന് കണ്ടു നോക്കാം. കീപ്പ് വാച്ചിങ്. താങ്ക് യു.